ദോഹയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇന്ന് ഉച്ചയ്ക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അനിശ്ചിതമായി വൈകുകയാണ്. 185 യാത്രക്കാരാണ് ഈ വിമാനത്തിൽ നാട്ടിലേക്ക് തിരിക്കേണ്ടത്. വിവരങ്ങളുമായി ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട്. അബ്ബാസ്, ഉച്ചയ്ക്ക് തിരിക്കേണ്ട വിമാനമാണ്. മറ്റെന്തെങ്കിലും സംവിധാനം അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടോ? എന്താണ് അവരുടെ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? ദോഹയിലെ അഹമ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് ഉച്ചക്ക് 2:15 തിരുവനന്തപുരത്തുള്ള ഈ വിമാനം ഷെഡ്യൂൾ ചെയ്തിരുന്നത്. എന്നാൽ വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാർക്ക് വിമാനം വൈകിട്ട് 5:22 മാറ്റി എന്ന ഒരു അറിയിപ്പ് കിട്ടി. 3 മണിക്കൂറിലേറെ കാത്തു നിന്ന ശേഷവും വിമാനത്തിന് പുറപ്പെടാനായില്ല. സാങ്കേതിക തകരാർ മൂലമാണ് വിമാനം വൈകുന്നത് എന്നായിരുന്നു വിമാന കമ്പനി യാത്രക്കാർക്ക് നൽകിയിട്ടുള്ള ഔദ്യോഗിക വിശദീകരണം. യാത്ര മുടങ്ങിയതോടുകൂടെ യാത്രക്കാർ വിമാനത്താവളത്തിൽ ബഹളമൊക്കെയുണ്ടായി. ഇതിന് പിന്നാലെ ബോർഡ് ചെയ്ത യാത്രക്കാരെ ദോഹയിൽ തന്നെ ഹോട്ടലിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ അവർ ഹോട്ടലുകളിലാണുള്ളത്. ചില യാത്രക്കാരെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഖത്തറിലിപ്പോ വെക്കേഷൻ കാലമായതുകൊണ്ട് തന്നെ 3-4 ദിവസത്തിനൊക്കെയായി നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തവരൊക്കെ യാത്രക്കാരിലുണ്ട്. ഈ നാളെ രാവിലെ 8:30 വിമാനം യാത്ര തിരിക്കുമെന്നാണ് എയർ ഇന്ത്യ വൃത്തങ്ങളുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ കിട്ടുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നൽകാനുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് തന്നെയാണ്.